ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഏ സഹാബത്തെ, അതദ്റൂന ഫീമാ ഉൻസിലത് ഹാദിഹി, ഈ ആയത്ത് ഇറക്കിയതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ഇതിന്റെ പശ്ചാത്തലം എന്തെന്നറിയുമോ? ഈ ആയത്ത് എന്തിനാണ് ഇറക്കപ്പെട്ടതെന്നറിയുമോ സഹാബത്തെ? ഖുർആൻ കളിയല്ല, ചിരിയല്ല, തമാശയല്ല, ടിവിയുടെ മുകളിൽ എടുത്തു വെക്കാനുള്ള ഒരു നോക്കുകുത്തി ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ മാനവ സമൂഹത്തിന്റെ നിയമ പുസ്തകമാണ്. മനുഷ്യ മക്കളെ, മുസ്ലിം ലോകമേ, നിന്റെ ഹൃദയത്തിന്റെ പുഷ്പമാണ്, കരളിന്റെ കാതലാണ്, നിന്റെ രക്തത്തിന്റെ തുടിപ്പാണ്, ജീവിതത്തിന്റെ സ്പന്ദനമാണ്, വഴികാട്ടിയാണ്, നിന്നെ യഥാവിധി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യായമാണ് വമൻ അഅറള അൻ ദിക്രി. ആരൊരാൾ അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നുവോ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു ഓടുന്നുവോ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവർക്ക് ഞാൻ ഞെരുക്കമായ ജീവിതമാണ് നൽകുക, കുടുസായ ജീവിതമാണ് നൽകുക. ഇത്രയും ഓതി പൂർത്തിയാക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഏ സഹാബത്തെ, അതദ്റൂന മൽ മഈശത്തുൽ ലൻക, എന്താണ് ഞെരുക്കമായ ജീവിതമെന്നറിയുവോ? എന്താണ് ഇടുക്കമായ ജീവിതമെന്നറിയുവോ? ഖാലൂ, സഹാബത്ത് പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ഇന്നൽ കാഫിറ വഇന്നൽ കാഫിറ യുസല്ലതു അലൈഹി ഫീ ഖബ്രിഹി 99 തിന്നീന. അല്ലാഹുവിനെ ധിക്കരിച്ച് നമസ്കാരമില്ലാതെ, നോമ്പ് പിടിക്കാതെ, സിനിമ കണ്ട്, സീരിയൽ കണ്ട് രസിച്ച്, കണ്ണും കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും ഹറാമുമായി കൂട്ടിയിണക്കി, കൊടുക്കല് വാങ്ങലുകളിൽ ഇടപാടുകളെ ശ്രദ്ധിക്കാതെ, കളവ് പറഞ്ഞ് ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, ഏഷണിക്ക് കൂട്ടുനിന്ന്, എല്ലാ തോന്നിയവാസവും തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന് മരിച്ചുപോയി മണ്ണിനടിയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ജനങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, 99 പാമ്പിനെ അല്ലാഹു ഖബറിലേക്ക് ഇറക്കുകയാ. ഏ സഹാബത്തെ, നിങ്ങൾക്കറിയുവോ 99 തിന്നീന, ഭയങ്കരമായ വിഷസർപ്പമാണ്, ഭയങ്കരമായ വിഷം ചീറ്റുന്ന സർപ്പമാണ്. ഇന്ന് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പാമ്പ് മലമ്പാമ്പാണെങ്കിൽ സഹോദരാ, മലമ്പാമ്പിനെ പോലും മനുഷ്യൻ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ്. വാവാ സുരേഷിന്റെ മുന്നിൽ എത്രത്തോളം രാജവമ്പാല വന്നാലും നിമിഷ നേരം കൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുവെങ്കിൽ ഖബറിനകത്തുള്ള ശിക്ഷയെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 99 പാമ്പിനെ ഖബറിലേക്ക് നിക്ഷേപിക്കുകയാണ്. യുസല്ലതു അലൈഹി ഫീ ഖബ്രിഹി 99 തിന്നീന വമാ തിന്നീനു യാ റസൂലല്ലാഹ്. എന്താണ് തിന്നീൻ എന്ന് നബിയെ ഒന്നറിയിച്ചു തന്നാലും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 99 ഹയ്യാ, വീടിന്റെ പരിസരത്ത് പാമ്പ് കിടന്നാല് പേടിക്കുന്ന നാരിമാരെ, വീടിന്റെ വഴിയിലൂടെ ഏതെങ്കിലും ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ ഭയപ്പെടുന്നവരെ, നാം കിടക്കുന്ന ബെഡിന്റെ സൈഡിലൂടെ എങ്ങാനും ഒരു നീർക്കോല് ഇഴഞ്ഞു പോയാൽ, വിഷമില്ലാത്ത പാമ്പ് ഇഴഞ്ഞു പോയാൽ അട്ടഹസിക്കുന്ന പെൺകൊടികളെ, സഹോദരങ്ങളെ, പാമ്പിനെ നാം കണ്ടിട്ട് പേടിക്കേണ്ടതില്ല. പക്ഷേ ഖബറിനകത്തേക്ക് വരുമ്പോ, നീ നിലവിളിക്കുമ്പോ ആ പാമ്പിനെ അടിച്ചു കൊല്ലാൻ ആരുമില്ല. ഒരു വാവാ സുരേഷുമില്ല, ഒരു ഫോറസ്റ്റ്
ഫോറസ്റ്റുകാരും വരികയില്ല, ഒരു ഫയർഫോഴ്സുകാരും വരികയില്ല. ഒരു പാമ്പല്ല, രണ്ട് പാമ്പല്ല. നെറ്റിലൂടെ നാം പല അത്ഭുതങ്ങളും കാണുന്നുവെങ്കിൽ, ഒന്നിലധികം തലകളുള്ള പാമ്പുകൾ നെറ്റിനകത്ത് നിന്ന് കാണാൻ കഴിയുന്നുവെങ്കിൽ, 21-ാം നൂറ്റാണ്ടിലെ ആധുനിക സംവിധാനങ്ങൾ കൈയടക്കിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജ് എന്ന് ലോകം പോലും എഴുതി തള്ളിയ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ നാവിലൂടെ മൊഴിയുകയാണ്, ഒന്നിലധികം പാമ്പുകൾ ലോകത്ത് വരാനുണ്ട്, ഒന്നിലധികം പാമ്പുകൾ മനുഷ്യൻ കാണുക തന്നെ ചെയ്യും, അതിന് ദുനിയാവിൽ അവൻ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് സത്യമല്ലേ? സത്യമല്ലേ? ആരടി മണ്ണിനകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന എന്റെ പൊന്നുപെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിലേക്ക് ചുറ്റിയ പാമ്പിനെ എടുത്തു മാറ്റാൻ വരികയില്ല പെങ്ങളെ. 99 പാമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ആയത്ത് ഓതിയിട്ട് പറയുകയാണ്, അവരുടെ ഖബറാണ് ഞെരിക്കുക, അവരെയാണ് ഞെരിക്കുക. 99 പാമ്പ് ആരടി മണ്ണിലേക്ക് ഇറങ്ങുമ്പോ അവൾ ആകെ തകർന്നു പോവുകയാണ്. ഉപ്പാ, ഉമ്മ, ഭർത്താവേ, ഭാര്യമാരെ, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ നിലവിളിക്കുമ്പോ ആരും ഉണ്ടാവുകയില്ല സഹോദരാ. ലികുല്ലി ഹയ്യത്തിൻ സബ്അത്തു റൂസ്, ഓരോ പാമ്പിനും 7ഓളം തലകളാണ്. ഔ തിസ്അത്തു റൂസ്, 9ഓളം തലകളുള്ള പാമ്പുകളാണ് ഖബറിന്റെ ശരീരത്തിന്റെ അരികിലേക്ക് ഓടി വരിക. ഒരു കൂട്ടം തലയുടെ ഭാഗത്ത്, മറ്റൊരു കൂട്ടം കാലിന്റെ ഭാഗത്ത് അവനെ ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കാൻ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെല്ലാം പത്തി വിടർത്തിക്കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അടുത്തു വരുമ്പോ റബ്ബിർജിഊൻ റബ്ബിർജിഊൻ റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ, ഒന്ന് മടക്കണേ, ഒന്ന് മടക്കണേ, ഒന്ന് രക്ഷപ്പെടുത്തടേ എന്ന് ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോ അതാണ് മഈശത്തല്ലൻകാ, ഞെരുക്കമായ ജീവിതമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. അതിനാണ് നബി തങ്ങൾ പറഞ്ഞത്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. ആർക്കാണ് ഈ ശിക്ഷ എന്നറിയുവോ? അല്ലാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുന്നവർക്കാ. 99 പാമ്പുകൾ. ഇനി ഓരോ തരത്തിലെ പാമ്പിനെയും അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തും. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, വൈലുൽ ലിഅഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ, പാപങ്ങൾ ചെയ്ത് ഖബറിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്, കറുത്ത പാമ്പുകൾ അവനെ ആകർഷിക്കുകയാണ്, അവന്റെ അരികിലേക്ക് ഇഴഞ്ഞു വരികയാണ്. ഹയ്യത്തുൻ ഇൻദ റഅസിഹി, ഒരു പാമ്പ് അവന്റെ തലഭാഗത്ത്, വഹയ്യത്തുൻ ഇൻദ റിജ്ലൈഹി, മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത് നിൽക്കും. ഇരു ഭാഗങ്ങളിൽ നിന്ന് അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ നെഞ്ചിന്റെ അരികിലേക്ക് 2 ഭാഗത്തു നിന്നും പാമ്പുകൾ കൊത്തി കൊത്തി കൊണ്ടുവരുമ്പോ അവൻ നിലവിളിക്കുകയാണ്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. പച്ചമാംസം, മനുഷ്യന്റെ പച്ചമാംസം മലർത്തി കിടത്തി വിവസ്ത്രനായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മുന്നിൽ വന്നിരുന്ന് പച്ചമാംസം കൊത്തിക്കീറി തിന്നുന്ന മനുഷ്യന്റെ രൂപങ്ങൾ കാണാൻ എന്ന് നമ്മെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യനെ പച്ചയ്ക്ക് പച്ചയ്ക്ക് കീറി തിന്നുന്ന കാലഘട്ടമാണെങ്കിൽ, അത് കാണാനുള്ള കഴുത്ത് നമുക്കില്ല എങ്കിൽ, മനുഷ്യ, നമ്മുടെ ഈ പുണ്യമായ ശരീരത്തിലൂടെ പാമ്പ് കയറി വരികയാ, കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല, ചലിപ്പിക്കാൻ കഴിയില്ല. അവൻ നിലവിളിക്കുകയാണ്, ഒന്ന് മടക്കണേ, ഒന്ന് മടക്കണേ. ഉടനെ വിളിയാണമുണ്ടാകും, നിനക്ക് 40 വയസ്സ്, 50 വയസ്സ്, 100 വയസ്സ്, 102 വയസ്സ്, 70 വയസ്സ്, 19 വയസ്സ്, 32 വയസ്സ് വരെ സമയം നൽകിയില്ലേ, സമയം നൽകിയില്ലേ? ആ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ആ ഖബറിനകത്ത് ചോദ്യം വരുമ്പോ നീ പറയുകയാണ്, ഞാൻ ആ സമയങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു പോയി. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകذിബൂൻ ഖാലൂ റബ്ബനാ غلبت علينا شقوتنا وكنا قوم الضالين.
പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടില്ലയോ? ഈ പള്ളത്തെ ഈ മൈതാനിയിൽ ഈ ആയിരങ്ങൾ തടിച്ചുകൂടുമ്പോ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല. ഞങ്ങൾ വാല് കേൾക്കാൻ വന്നിട്ടില്ല, ഞങ്ങൾ വീട്ടിലിരുന്ന് ഉറങ്ങിയവരാണെന്ന് പറഞ്ഞതുകൊണ്ടും എക്സ്ക്യൂസ് ഇല്ല. ഈ പള്ളത്തെ ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഈ മൈതാനമുണ്ടല്ലോ, ഇത് നാളെ മൈശറ വൻസഭയിൽ ഇതിനെ അല്ലാഹു ഉയർത്തിയിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുമ്പോ ഈ പള്ളത്ത് ജമാഅത്തുള്ള ഒരൊറ്റ ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് ഈ ആയത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. ഈ സദസ്സിനകത്ത് കസേരയിലിരുന്ന് കേട്ടാലും റോഡിൽ നിന്ന് കേട്ടാലും വാഹനത്തിലിരുന്ന് കേട്ടാലും ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യമാണ്. അലം തകുൻ ആയാതി, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടില്ലയോ? തുത്ല അലൈക്കും അലം തകുൻ ആയാതി തുത്ല അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. നിങ്ങളത് കളവാക്കി. ഇന്നലെ ഈ വിനീതം പ്രഭാഷണം കഴിഞ്ഞൊരു സഹോദരനോട് ചോദിച്ചു, ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ലതും ഭയപ്പാടുണ്ടായോ? ഓ, എന്ത് പേടി, വേറെ ജോലിയൊന്നുമില്ല, എന്ത് പേടി എന്ന് ചോദിച്ചു. എന്നാൽ മറ്റൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു 15 മിനിറ്റ് ഞാൻ ഏതോ ലോകത്തിലായിരുന്നു, എന്റെ തലക്കിറങ്ങിപ്പോയി. മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വാതിന് വരുന്നില്ല, ഇന്നലെ തന്നെ പാതി അറ്റാക്ക്, ഇനി ഇന്നത്തെ കൂടെ കേട്ടാലും മൊത്തം അറ്റാക്കായി പോകും. അങ്ങനെ പലരും പല കോലത്തിലുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് എന്ത് പറഞ്ഞാലും മറ്റേ പട്ടിയുടെ സാധനം എടുത്തിട്ട് മറ്റേ കുഴൽ വെച്ചാൽ അത് അങ്ങനെ തന്നെയാണല്ലോ, അതിനുകൊണ്ട് വല്ല ഫായിദ ഉണ്ടോ എന്നതുപോലെ തന്നെയാണ്, ഫായിദ ഇല്ല എത്ര കേട്ടാലും. മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അല്ലാഹ് ചോദിക്കുന്നത്, അലം തകുൻ ആയാതി തുത്ല അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ ഖാലൂ റബ്ബനാ غلبت علينا شقوتنا وكنا قوم الضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون. ഞങ്ങൾക്കൊരു ചാൻസ് കൂടി, ഒരു അവസരം കൂടി നൽകണേ റബ്ബേ. ഞങ്ങൾ ഇനി നിന്റെ വിധിവിലക്കുകളെ മാനിച്ചു കൊള്ളാം, നിന്റെ കൽപ്പനകളെ സ്വീകരിച്ചു കൊള്ളാം. ഒരിക്കൽ കൂടി ഒരു അവസരം നൽകണേ അല്ലാ എന്ന അഹങ്കാരികൾ ഖബറിൽ വെച്ച് നിലവിളിക്കുമെന്ന് ഹബീബായ തങ്ങൾ വിളിച്ചു പറയുകയാ. രക്ഷയില്ല, നിനക്കുള്ള സമയം അതിക്രമിച്ചു പോയി, കഴിഞ്ഞുപോയി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫഹുവ കൽ മൻഹൂഷ്, അവൻ ഖബറിനകത്ത് മയക്കം ബാധിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് കേട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് മൻഹൂഷ്, ഒരു വല്ലാണ്ട് അബോധാവസ്ഥയിൽ, യനാമു ഉറങ്ങും, വയഫ്സഉ ഞെട്ടി ഉണരും, യനാമു ഉറങ്ങും പെട്ടെന്ന് ഞെട്ടി ഉണരും, യനാമു വയഫ്സഉ കദാലികൽ അദാബു ഫിൽ ബർസഖ്. ഖബറിനകത്ത് ഇതായിരിക്കും അഹങ്കാരികൾക്കുള്ള ശിക്ഷ. നബിയുനാ റസൂലുള്ളാഹി ഉറങ്ങാൻ പറ്റൂല, ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ അപ്പോഴത്തേക്ക് അടുത്ത പാമ്പ് കഴുത്തിൽ ചുറ്റുന്നു, പെട്ടെന്ന് അവൻ ഞെട്ടി ഉണരുകയാണ്, നിലവിളിക്കുകയാണ്. ഇതൊക്കെ ഖബറിനകത്തുള്ള സംഭവം ഖുർആൻ ഹദീസും വെച്ച് പറയാണ്. വേണമെങ്കിൽ കേട്ട് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ പോയിട്ട് എവിടെയെങ്കിലും തൂങ്ങിച്ചാവും. അല്ലാണ്ട് അവിടെ എന്താ പറയാ, എത്ര കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ കുറിച്ചിട്ട് എന്താ പറയുക, എലിവിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ള, അല്ലാതെ വേറെ എന്താ ചെയ്യാ. എൻഡോസൾഫാനേക്കാളും കട്ടിയുള്ള വിഷമാണ് എലിവിഷം. അതാണ് അറിയുന്നില്ല. എൻഡോസൾഫാന് വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നുണ്ട്, പക്ഷെ എലിവിഷം എന്ന് പറഞ്ഞ സാധനം ഏറ്റവും വലിയ സാധനമാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഖുർആനും ഹദീസുകളിലൂടെയുള്ള വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വാക്കുകളല്ല. അപ്പൊ ഖബറിനകത്തുള്ള ശിക്ഷ ഒന്നത്, പാമ്പുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, അവനെ കടിച്ചുകൊണ്ടിരിക്കും, അവനെ കൊത്തിക്കൊണ്ടിരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനോടൊപ്പം രണ്ടാമതായി ഖബറിനകത്ത് ശിക്ഷകൾ ലഭിക്കുന്നത് ആർക്കെന്നറിയുവോ?
നബിയുനാ റസൂലുള്ളാഹി തങ്ങള് ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോവുകയാണ്, ബഖീഉൽ ഖർഖദിലൂടെ നടന്നു പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ ഒരു ഖബറിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നഹുമാ യുഅദ്ദബാൻ. ആ രണ്ട് ഖബറിലെ ശിക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആ രണ്ട് ഖബറിലെ ശിക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വമാ യുഅദ്ദബാനി ഫീ കബീർ. നിങ്ങൾ ധരിക്കുന്നുണ്ടോ സഹാബത്തെ, വൻ പാപത്തിന്റെ പേരിലാണ് ആ ഖബറിനകത്ത് ശിക്ഷകൾ ലഭിക്കുന്നതെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാ, വമാ യുഅദ്ദബാനി ഫീ കബീർ. വലിയ പാപത്തിന്റെ പേരിലല്ല ആ ഖബറിനകത്ത് അവർ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നഹുമാ യുഅദ്ദബാൻ. ആ ഖബറിനകത്ത് രണ്ടുപേരെയും ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ. അവർ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, എന്തിന്റെ പേരിലാണ് അവരെ ആ ഖബറിനകത്ത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹബീബേ? തങ്ങൾ ആ ഖബറിനകത്ത് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ثم اخذ جريدة رطبة فشقها نصفين ثم غرز في كل قبر واحدا. ഉടനെ ഒരു ഈന്തപ്പന മടലെടുത്ത് ഒടിച്ച് ആ രണ്ട് ഖബറിലും കുത്തി നാട്ടി വെക്കുകയാണ്. ഒരു പച്ച ഈന്തപ്പന മടലായിരുന്നു, അത് ഒടിച്ച് ആ രണ്ട് ഖബറിന്റെ തലഭാഗത്തും കുത്തിവെക്കുകയാണ്. ഇന്ന് നാം ഖബറടക്കിയിട്ട് കുത്തിവെക്കുമ്പോ അതൊരാചാരമല്ല, അനുഷ്ഠാനമല്ല. എന്തിനെന്നറിയുവോ? ആ ഖബറിന്റെ മുകളിൽ കുത്തിവെക്കുന്ന ചെടി അത് ഉണങ്ങാത്ത കാലത്തോളം, ഉണങ്ങാത്ത സമയത്തോളം ആ ഖബറാളികൾക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി യാചിക്കുമത്രേ. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. ആ മഗ്ഫിറത്തിന് വേണ്ടി ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമത്രേ. നമുക്കിപ്പോ എവിടാ സമയം? നമുക്കിപ്പോ എവിടാ? നമ്മുടെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, നമ്മൾ 24 മണിക്കൂർ ഖബറിനടുത്ത് പോയിരിക്കുക. നമ്മുടെ ഒക്കെ വാപ്പായോടും ഉമ്മയോടുള്ള ഉത്തരവാദിത്തം അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ നമ്മുടെ വാപ്പയോടും ഉമ്മയോടുള്ള ഉത്തരവാദിത്തം അത്രയേ ഉള്ളൂ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖബറാളികൾ ഖബറിനകത്ത് വെച്ച് ശിക്ഷകൾ അനുഭവിക്കുന്ന വേളയിൽ ആ ഖബറിനകത്ത് വെച്ച് ആരൊരാള് ബുദ്ധിമുട്ടിക്കപ്പെടുന്നുവോ ആർക്കറിയാം? നമ്മൾ ആ ഖബറിന്റെ പരിസരത്തുകൂടെ ഹൈദറോസ് ജമാഅത്തിന്റെ ഓരത്തുകൂടെ നടന്നു പോകുമ്പോ എന്റെ ഉപ്പാന്റെ ഖബറാണിത്, എന്റെ ഭാര്യയുടെ ഖബറാണിത്, എന്റെ ഉമ്മാന്റെ ഖബറാണിത്, എന്റെ ഭർത്താവിന്റെ ഖബറാണിത് എന്ന് ധരിച്ചിട്ട് ആ ഖബറിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തിട്ട് സ്വല്പ സമയം അവിടെ നിന്നിട്ട് ഒന്ന് ദുആ ഇറക്കാൻ നമ്മൾ തയ്യാറാവുമോ? അതിനവിടെ സമയം. നമ്മൾ പോകുന്നു, പോയിട്ട് എൻ്റെ പാടെ തിരിച്ചു പോകുന്നു വാപ്പായടക്കി. പിന്നെ വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ആ ജുമായ്ക്കൊന്ന് പോയിട്ട് ആ ഖബറെടുക്കൽ പോയി ഒന്ന് ദ്വാരക്കും. അത് ടൈമില്ലാത്ത ടൈമിൽ ഓടി വന്നിട്ട് 2 മിനിറ്റ് കൊണ്ടൊരു ദുആ. എന്ത് ദുആ? സൂപ്പർ ഫാസ്റ്റ് ദുആ. 2 മിനിറ്റ്. അങ്ങനെ ഒന്ന് ഉപ്പാന്റെ അടുക്കലൊന്നും ദ്വാരന്നിട്ട് കാര്യമില്ല സഹോദര. ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് നിന്റെ കണ്ണുനീരാ ഖബറിൽ വീഴണം. ആ ഉപ്പാക്ക് സന്തോഷം ഉണ്ടാകണം, ആ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകണം, ആ ഖബറാളികൾക്ക് സന്തോഷം ഉണ്ടാകണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു ഖബറിനകത്ത് കിടക്കുന്ന സഹോദരൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ആരാണ് എനിക്ക് വേണ്ടി സഹായം നൽകുക? ആരാണ് എന്നെ സഹായിക്കുക എന്ന് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിക്ഷകൾ സഹിക്കവയ്യാതെ വല്ലാണ്ട് വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സത്യവിശ്വാസി ആ ഖബറിന്റെ ഓരത്ത് പോയിട്ട് ദുആ ചെയ്യുന്നത്. ആ ദുആയുടെ ഫലമായി അവനെ ഖബറിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മനസ്സിലായോ? ഖബറിനകത്തുള്ള ശിക്ഷയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ആ സമയത്ത് നമ്മൾ അവിടെ ദുആ ഇറക്കുമ്പോൾ അല്ലാഹു കാരുണ്യവാനാണ്. ആരെങ്കിലും ദുആ ഇറക്കാൻ വേണം, ആരെങ്കിലൊക്കെ ദ്വാരക്കാൻ വേണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പന മടൽ ഒടിച്ചു കുത്തിവെക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കുത്തിവെച്ചിട്ട് അത് ഉണങ്ങിപ്പോയാൽ പിന്നെ രണ്ടാമത് ആരെങ്കിലും ഒക്കെ പോയി ചെടി നട്ടുവെക്കാറുണ്ടോ? എവിടെ നട്ടുവെക്കാറുണ്ട്? തന്നെ താനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട്. അതുകൊണ്ട് ഈ ഖബറിന്റെ മുകളിലുള്ള ഈ ചെടികളും ഇതും പുല്ല് ഇതൊന്നും പറിച്ചു കളയരുതെന്ന് പറയുന്നതാണ്, തസ്ബീഹ് ചൊല്ലാൻ വേണ്ടിയിട്ട്. വലിയ കാടുകളൊക്കെ കയറുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു ലററ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഓർത്ത് നമ്മളിത് കട്ട് ചെയ്ത് വിടണം. പക്ഷെ എങ്കിലും അത് പരിപൂർണമായിട്ട് ഒഴിവാക്കരുത് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തിനാണ്? തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്.
നമ്മളിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കൂടിപ്പോയി എന്തെങ്കിലുമൊക്കെ 10,000 റുപ്യ വാപ്പാക്ക് വേണ്ടി. ഈ വിനീത എത്രയോ സ്ഥലത്ത് ദുആ ഇറക്കാൻ പോയിട്ടുണ്ട് ഈ പ്രഭാഷണങ്ങളിലൂടെ. ഈ പ്രഭാഷണങ്ങൾ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി 101 രൂപ, ഉമ്മാക്ക് വേണ്ടി 51 രൂപ, ഭർത്താവിന് വേണ്ടി 75 രൂപ, ഭാര്യയ്ക്ക് വേണ്ടി 35 രൂപ. നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുന്ന വിലയാണ് ഖബറിനകത്ത്. 101 രൂപ, 51 രൂപ, 15 രൂപ. ഈ അടുത്ത സമയത്ത് ഞാൻ അടുത്ത് പ്രസംഗിക്കാൻ പോയിട്ട് 10 രൂപ വായിക്കുന്നു. ആ ലിസ്റ്റ് മുഴുവനും വായിച്ചപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ട് നോക്കിയപ്പോൾ ഏകദേശം ഒരു 750 റുപ്യ ഒരേ ലിസ്റ്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 2000 റുപ്യ, നിങ്ങൾ എന്തിനാ ഈ 10 രൂപയുടെ 20 രൂപയുടെ 35 രൂപയുടെ കണക്ക് വായിക്കുന്നത്? നാണമില്ല മനുഷ്യന്മാർക്ക്, നാണമില്ല മനുഷ്യന്മാർക്ക്. മരിച്ചുപോയവർ കൊണ്ട് കൊടുക്കുകയാണ് 10 റുപ്യ, 25 റുപ്യ, 30 റുപ്യ. മരിച്ചുപോയവർ കൊണ്ട് കൊടുക്കുകയാണ് ഉപ്പാക്ക് വേണ്ടി. ഉപ്പ കഷ്ടപ്പെട്ട് 50 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഇവന് വലിയ കോളേജിൽ ഭയങ്കര ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അഡ്മിഷൻ വാങ്ങി കൊടുത്തു, 50 ലക്ഷം റുപ്യ. എന്നിട്ട് ഇവന് വാപ്പാക്ക് കൊടുക്കണ എത്ര റുപ്യ? 30 റുപ്യ. വേറെ സാധാ വാപ്പാ കൊടുക്കുന്ന സാധാ 30 റുപ്യ. 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പാപ്പാക്ക് വേണ്ടിട്ട്, പാപ്പ മകന് വേണ്ടിട്ട് അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നത്. ദ്വാരൊക്കെ ഏൽപ്പിക്കുക. 1 ഗ്രാം പാപ്പാക്ക് 1 ഗ്രാം കണക്ക് കൂട്ടി. ഇന്നത്തെ 22,000 ഇത്ര അല്ല, എത്ര 2220 എത്ര റുപ്യ? എന്റെ പൊന്നെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരുപാട് സംഭവങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്നങ്ങടെ നാളെ അങ്ങോട്ട് തീരുവോ? ഖബറിനകത്തുള്ള കാലൊച്ചകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ദിവസം കൊണ്ട് തീരുവോ? ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് കയറി പോകില്ലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയണം, മൻസാറ ഖബറ അബവൈഹി ഫീ കുല്ലി ജുമുഅ. ഓരോ വെള്ളിയാഴ്ച രാവുകളിലോ അതിന്റെ പകലുകളിലോ ആരെങ്കിലും തന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിനെ സിയാറത്ത് ചെയ്താൽ കുതിബ ലഹു ബർറാ, അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യാഴാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന അർവാഹൽ മുഅ്മിനീന യൻസിലു ഫീ സമാഇ ദുനിയാ വതഖിഫു ബിഹിദായി ബുയൂതിഹാ. ഈ പള്ളത്തെ ജമാഅത്തിലെ ഏതൊരു വീട്ടിൽ നിന്നാണോ ഏതൊരു മനുഷ്യൻ മരിച്ചു പോയത്, ആ പെണ്ണാകട്ടെ ആണാകട്ടെ, ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എങ്കിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വരുമത്രേ. ഫീ കുല്ലി ലൈലത്തിൻ, ഓരോ രാവുകളിലും ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് വതഖിഫു ബിഹിദായി ബുയൂതിഹാ, ഏതൊരു വീട്ടിൽ നിന്നാണോ ആ സഹോദരൻ മരിച്ചു പോയത്, ആ സഹോദരി മരിച്ചു പോയത്, ആ വീടിന്റെ മുകളിൽ സമുച്ചയത്തിൽ ആത്മാവ് നിൽക്കുമത്രേ. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി. ഇവിടെ TV 2-3 ദിവസം TV ബന്ദ്. കാരണം എന്താ? 3-ാം പാത്തിയ കാനോത്ത് കഴിയുന്നില്ല. എന്താ കണ്ണോക്ക ഇവിടെ പറയുന്ന 3-ാം പാത്തിയ കണ്ണോക്ക്. വീട്ടിൽ കൂസലില്ലാതെ അശ്രദ്ധയോടെ മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു ദുആ പോലും ചെയ്യാതെ, സദഖ പോലും ചെയ്യാതെ നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിനെ നീ മറന്നുപോയാൽ ആ ആത്മാവ് ശാന്തിക്ക് വേണ്ടി നിന്റെ വീടിന്റെ സമുച്ചയത്തിൽ ഇറങ്ങി വരുമത്രേ. വതഖിഫു ബിഹിദായി ബുയൂതിഹാ, ആ വീടിന്റെ സമുച്ചയത്തിൽ വന്ന് നിന്നുകൊണ്ട് ഖാൽ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? യാ അഹ്ലി വയാ ഖാരിബി വയാ ഔലാദി വയാ മൻ സകനു ബുയൂതനാ വയാ മൻ ലബിസു സിയാബനാ ഹൽ മിൻകും മിൻ അഹദിൻ യദ്കുറുനാ വയതഫക്കറുനാ വനഹ്നു ഫീ ഗർബത്തിൻ വനഹ്നു ഫീ ഹസീൻ ഇർഹമൂനാ വലാ തബ്ഖലൂ അലൈനാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഉമ്മ വിളിച്ചു പറയുകയാണ്, ഭർത്താവ് വിളിച്ചു പറയുകയാണ്, ഭാര്യ വിളിച്ചു പറയുകയാണ്, മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കൾ നൊമ്പരത്തോടെ വിളിച്ചു പറയുകയാണ്. വീടിന്റെ സമുച്ചയത്തിൽ നിന്നുകൊണ്ട് പറയുകയാ, യാ അഹ്ലീ,
എന്റെ കുടുംബക്കാരെ, എന്റെ കുടുംബക്കാരെ, വയാ ഖാരിബി, എന്റെ സ്വന്തം ജനങ്ങളെ, എന്റെ രക്തബന്ധുക്കളെ, അയൽവക്കക്കാരെ, വയാ മൽബിസു സിയാബനാ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ മുണ്ടുടുത്തവരെ, എന്റെ ഷർട്ട് ധരിച്ചവരെ, ഞാൻ കിടന്ന കിടക്കയിൽ കിടക്കുന്നവരെ, വയാമൻ സകനോ ബുയൂതനാ, ദുബായിൽ 20 വർഷം ജോലി ചെയ്ത്, അബുദാബിയിൽ 20 വർഷം ജോലി ചെയ്ത്, വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, അമ്പരചുംബികളായ കൊട്ടാരം ഞാൻ എന്റെ കഷ്ടപ്പാട് കൊണ്ട്, എന്റെ ഊർജം, എന്റെ ഓജസ്, തേജസ് ചെലവ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി പടുത്തുയർത്തിയ ഈ വീട്ടിൽ കഴിയുന്ന എന്റെ മക്കളെ, എന്റെ മരുമക്കളെ, എന്റെ മരുമക്കളെ, ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഉദ്കുറൂനാ, ഞങ്ങളെ ഒന്ന് ഓർക്കണേ, 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 ഇർഹമൂനാ വലാ തബ്ഖലൂ അലൈനാ, ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളോട് ഒരു നിലയ്ക്ക് ലുബ്ധ കാട്ടരുതേ, ലുബ്ധ കാട്ടരുതേ. വാപ്പാക്ക് വേണ്ടി 100 രൂപ കൊടുക്കുന്നവനെ, ഉമ്മാക്ക് വേണ്ടി 50 രൂപ കൊടുക്കുന്നവനെ, ആ ഉപ്പയാണോ നിങ്ങളോട് വിളിച്ചു പറയുന്നത്? അബൂബക്കർ അല്ല വിളിച്ചു പറയുന്നത്. അബൂബക്കർ നിങ്ങളോട് 1 ഗ്രാം ചോദിക്കുമ്പോ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താ മതി. അബൂബക്കറിന് വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമല്ല. ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർ ഒരു സന്തോഷത്തോടെ മംഗല്യം കഴിച്ച് ജീവിക്കട്ടെ, നിന്റെ ഉപ്പാന്റെ കബറിൽ ആ മംഗല്യത്തിന്റെ ബർക്കത്ത് എത്തിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് പിരിക്കുന്നത്. അതല്ലാതെ അബൂബക്കറിന് കൊണ്ടുപോകാനല്ല. ആ വാപ്പ നിന്നോട് പറയുകയാണ്, 10 രൂപ കൊടുത്തിട്ടാണോടാ നീ എന്നെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് നീ ആ ഉപ്പയോട് പറയുന്നത്? അതാണ് ആ ഉപ്പ വിളിച്ചു പറയുന്നത്, ഇർഹമൂനാ, ഞങ്ങളോട് കരുണ കാണിക്കണേ മക്കളെ, ഞങ്ങളോട് കരുണ കാണിക്കണേ, വലാ തബ്ഖലു അലൈനാ, ഞങ്ങളോട് പിശുക്ക് കാട്ടരുതേ, ലുബ്ധ കാട്ടരുതേ, ലുബ്ധ കാട്ടരുതേ. എനിക്ക് അല്ലാഹു തന്ന സമ്പത്ത് നിനക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടാണ് മരിച്ചു പോയത്. നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ കുറച്ച് സദഖ ചെയ്തോ, കുറച്ച് സദഖ ചെയ്തോ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഓരോ ആത്മാവും ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് തന്റെ വീടിന്റെ സമുച്ചയത്തിൽ ഒരു നിഴല് പോലെ നിന്നിട്ട് വിളിച്ചു പറയുമെന്ന് പറയുമ്പോ ആ ആത്മാവിനെ സന്തോഷിപ്പിക്കണേ, സന്തോഷിപ്പിക്കണേ. ചെറുതല്ല, തുച്ഛമായതല്ല, ഭീമമായത് കൊടുത്ത് സന്തോഷിപ്പിക്കണേ. അതുകൊണ്ട് ആത്മാക്കളെ സന്തോഷിപ്പിക്കാൻ സദഖയാണ്. ഖബറിനകത്തുള്ള ശിക്ഷകളെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സദഖകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് സഹായമാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മരണപ്പെട്ടുക പീഡനം അനുഭവിക്കുന്ന ഖബറിന്റെ അരികത്ത് നിന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 2 മടല് കുത്തിവെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, അവരെന്തിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത് നബിയേ? ഉടനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാൾ ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. നല്ലപോലെ ശ്രദ്ധിച്ചോ, നല്ലപോലെ ശ്രദ്ധിച്ചോ. ഞാനിപ്പോ ഈ പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ചില ആളുകൾ ധരിച്ച മൊയ്ലിയാരിന് പിരിവ് തുടങ്ങാൻ പോവായിരിക്കും, അതുകൊണ്ട് ചെല്ലൊക്കെ എഴുന്നേറ്റ് മെല്ലെ പൊടിയും തുടിച്ചിട്ട് എഴുന്നേറ്റ് പോണ. പിരിവിന് വേണ്ടിയിട്ട് ഈ അബൂബക്കർ പ്രസംഗിക്കൂല. പിരിവ് തരാൻ വേണ്ടിയിട്ട് അബൂബക്കറിന്റെ പ്രസംഗം പ്രതീക്ഷിക്കുകയും വേണ്ട. ഹദീസുകൾ വരുമ്പോ ആ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, എന്റെ വാപ്പാക്കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും. ഞാനിപ്പോ ആരെയും നിർബന്ധിക്കൊന്നൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ പിരിവ് നടത്താൻ വേണ്ടി വന്നോനുമല്ല. എന്നെ പിരിവിനോട്ട് ആരും വിളിക്കുകയും വേണ്ട, എനിക്ക് ആ പണിയുമില്ല. ഞാൻ 15 വർഷമായിട്ട് പ്രസംഗം തുടങ്ങിയിട്ട് തുടക്കത്തിലൊക്കെ എൻ്റെ പണി അതായിരുന്നു, പിരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലപോലെ കോമഡിയും പാട്ടും പിരിവും ഒക്കെ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പിരിവല്ല, ഇപ്പം കുറച്ച് ആയത്തുകൾ ഹദീസുകൾ ഞാൻ പഠിക്കുക, പഠിപ്പിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ആ സദസ്സിൽ വെച്ച് നമ്മളാൽ കഴിയുന്ന നല്ല ഹക്കായ അർഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘാടകർ ഇതിന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് പിരിവ് ചോദിക്കുന്നതെങ്കിൽ അത് അർഹമാണ് എന്ന് നല്ല നിലയിൽ പഠിച്ചിട്ട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. അത് ഇഷ്ടമുള്ളവൻ തരട്ടെ, ഞാൻ ആരുടെയും കുത്തിനു പിടിച്ചിട്ട് പൈസ എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. താല്പര്യം ഉണ്ടെങ്കിൽ തന്നാൽ ഈ വിനീത ദ്വാരക്കും അത് വിഷയം വേറെ, അത് കിട്ടുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അതിനൊരു കുറവല്ല. ഇന്നലെ ചോദിച്ചു, ഏകദേശം ഒരു 3-4 പവനോളം അൽഹംദുലില്ലാഹ് കിട്ടി. ഇന്ന് 5-10 പവനൊക്കെ കിട്ടും, ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടും. എനിക്ക് അതിനകത്തൊന്നും യാതൊരു ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രസംഗിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. പൈസ പിരിക്കാൻ എൻ്റെ പെണ്ണുങ്ങൾ സഹോദരിമാർ ഊരി പറിച്ചു തരുന്ന ഹദീസും ആയത്തും പറഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം.
ഇന്നലെ ഒരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ കടന്നൊക്കെ ഊരി തരുമെന്ന്. നല്ല സാധനങ്ങളാണ് ഊരി തരുന്നത്. എന്നൊക്കെ എത്ര വലിയ ആയത്ത് ഹദീസ് ഓതി ഊരാനുള്ളത് മൊത്തം ഊരിപ്പിക്കാനുള്ള പണി എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആ ഒരു പണിക്ക് എനിക്ക് ഇപ്പം താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം അതിൻ്റെ പണിയൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. എൻ്റെ വാപ്പ ഞാനിപ്പോൾ ഓതുന്ന എല്ലാ ഹദീസുകളാണല്ലോ. ഉസ്താദന്മാരിക്കല്ലേ, ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല. എൻ്റെ വിഷയത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അല്ല പിരിവിനുള്ള പ്രസംഗമല്ല ഇത്. ഖബറിൻ്റെ കാലൊച്ചകൾ, ഖബറിനകത്തുള്ള സംഭവങ്ങൾ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസുകൾ. അപ്പൊ നമ്മുടെ വാപ്പയോടോ ഉമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവരുടെ ആ നിലവിളിയാണ്, രോദനമാണ്. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ കഴിയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യണേ എന്ന് ഹദീസുകളിലൂടെ നബി തങ്ങൾ പറയുമ്പോ നിങ്ങളെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് പണ്ഡിതന്മാരുടെ നാവിലൂടെയാണ്. അതല്ലാതെ എങ്ങനെ മനസ്സിലാക്കാനാണിത്? അല്ല, എങ്ങനെ അറിയും? അതിനാണ് ഈ വഅദ്, ഈ ഉപദേശങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനാണ്, അല്ല മറ്റൊരു പിരിവിനോ കാര്യങ്ങൾക്കോ അല്ല. അപ്പൊ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിനകത്തുള്ള രണ്ട് കൂട്ടരുടെ ശിക്ഷകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ഖബറാളികളുടെ അവസ്ഥ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രം ഒഴിച്ചിട്ട് ശ്രദ്ധിക്കൂല. മൂത്രം ഒഴിക്കുമ്പോ മറയില്ലാതെ മൂത്രം ഒഴിക്കാം. നമ്മുടെ ചങ്ങാതിമാരൊക്കെ നിന്ന് അടിക്കല്ല, സിബൂര തട്ട്, ഒരൊറ്റ തട്ട്, പമ്പ് ഹൗസ് തോറ്റുപോകും. എന്നിട്ട് എല്ലാം കൂടെ തല്ലിക്കുടഞ്ഞ് അതിനകത്തോട്ട് കയറ്റിയിട്ട് സിബും പൂട്ടിട്ട് ഒറ്റ പോക്ക് ബൈക്കിനകത്ത് കയറി. എവിടെ കഴുകി, എവിടെ ശുദ്ധിയാക്കി, എന്താ ചെയ്യുക? ഇയാൾ പോണത് അടുത്ത ഏതെങ്കിലും പള്ളിയിൽ വാങ്കൊളിക്കുമ്പോൾ മെല്ലെ ഓടിപ്പോ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇത്തിരി തുമ്പ് കഴുകിയിട്ട് പിന്നെ വീണ്ടും കൊണ്ട് പള്ളിയിൽ കയറി. ഇവൻ്റെ ഒക്കെ അവസ്ഥ എന്താ സംഭവം? ഓരോ ചങ്ങാതിമാർ നിന്നടിക്കുന്നു കാണാം. ബാത്റൂമിൽ പള്ളിയിൽ പോയിട്ട് മൂത്രമൊഴിക്കുക, നിന്ന് തട്ടുക. ഞാൻ ഒരിടത്ത് പോകുമ്പോൾ ഈ അടുത്ത സമയത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ഒരു വലിയ സൗകര്യം കുറവ്. അവിടെ മകര മൂത്രമൊഴിക്കാൻ അബദ്ധത്തിൽ കയറി. ഇപ്പുറം നോക്കുമ്പോൾ ഫയർ എഞ്ചിൻ ചീറ്റുന്ന പോലെ ചീറ്റുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ചങ്ങാതി കാളം എടുക്കുന്ന പോലെ എന്ന് എടുക്കുക. ഞാൻ എല്ലാം കൂടെ മെല്ലെ പൊക്കി പിടിച്ച് അപ്പുറത്ത്, കാരണം അത് തെറിക്കുന്ന ഇവിടെ ശരീരത്തിൽ ഇപ്പുറത്ത് തെറിക്കുകയാണ്. ഒന്നാതെ സൗകര്യം കുറവ്. ഈ പള്ളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മിമ്പറും മെഹ്റാബും അടിച്ചു പൊളിച്ച് പണിയും. പള്ളിയൊക്കെ നല്ല സൂപ്പർ പള്ളി മുസല്ല കാര്യങ്ങൾ. ബാത്റൂം പോലെ ഒരുമാതിരി കോഴിക്കൂട് പോലെ, ഒരാൾക്ക് കാലൊന്ന് കവച്ചു വെച്ചിട്ടിരിക്കാൻ പറ്റൂല. അതിന് രണ്ട് കാലം കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെ കഴുകാൻ പറ്റും? അവൻ ഇങ്ങനെ പിന്നെ ചന്ദ്രാനി പൊങ്ങുന്നോ ലിഫ്റ്റിൽ പൊങ്ങുന്നല്ലോ, കുറച്ച് ഇങ്ങനെ പൊങ്ങിയൊക്കെ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകാം. ഇതിന് വണ്ണമുള്ള ഇച്ചിരി കൊളസ്ട്രോൾ കൂടി ഒരു ചങ്ങാതിയാണെങ്കിൽ എങ്ങനെ മൂത്രമൊഴിക്കാൻ കയറിയിരിക്കാം? പള്ളിക്കാർ ചെയ്യേണ്ട പരിപാടി അതാണ്. അത് ആദ്യം ശുദ്ധിയാക്കേണ്ടത് ബാത്റൂം, കക്കൂസ്, മൂത്രപ്പുര വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് പള്ളിയുടെ ഉത്തരവാദിത്തമാണത്. മിമ്പറിനും മെഹ്റാബിനും നിങ്ങൾ ചെലവ് ചെയ്യുന്ന പൈസ എത്രത്തോളമാണോ അതേ കൂലിയാണ് പള്ളിയുടെ കക്കൂസിനും മൂത്രപ്പുരയ്ക്കും നിങ്ങൾ ചെലവ് ചെയ്താൽ ഉണ്ടാകുന്ന സവാബ്, കൂലി. അതൊന്നും ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല. എത്ര പള്ളികളിൽ പോയി നോക്കാം, ക്ലോസറ്റിൽ നിന്ന് നോക്ക്, പള്ളിക്കകത്തുള്ള ക്ലോസറ്റ്, പഞ്ചായത്ത് ഓഫീസിലെ ക്ലോസറ്റ്, പഞ്ചായത്തിലുള്ള മുനിസിപ്പാലിറ്റിയുടെ ക്ലോസറ്റ് പിന്നെയും കൊള്ളാം, ബസ് സ്റ്റാൻഡിലുള്ളത് പിന്നെയും കൊള്ളാം. നമ്മുടെ പള്ളികളിലെ ജുമാഅത്ത് പള്ളികളുടെ ക്ലോസറ്റ് മഞ്ഞ പിടിച്ചിട്ട് അതിനെങ്ങാണ് വായുണ്ടായിരുന്നെങ്കിൽ പറയും, എനിക്ക് കുഷ്ഠരോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, കല്ലിൻ്റെ അസുഖമുണ്ട്, ഞരമ്പിൻ്റെ അസുഖമുണ്ട്, മൂത്രത്തിനകത്ത് അസുഖമുണ്ട്, എൻ്റെ എല്ലാം തകർന്നിരിക്കുകയാണ്, എൻ്റെ മുകളിൽ വീണ്ടും നിങ്ങൾ ഇങ്ങോട്ട് പാത്തല്ലേ എന്ന് അത് വിളിച്ചു പറയും. അത്യാധുനിക ലോകം ഈ ക്ലോസറ്റിൽ വെക്കാൻ എന്തെങ്കിലും സംസാരിക്കാൻ ഒരു സംവിധാനം കണ്ടുപിടിച്ചാൽ ആദ്യം കൊണ്ടുവെക്കേണ്ടത് പള്ളിയുടെ ക്ലോസറ്റുകളിലാണ്. അത് വിളിച്ചു പറയും. ശുദ്ധിയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു. ശുദ്ധി. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ തയ്യിബുൻ, അവൻ നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പരിശുദ്ധ ഇസ്ലാം കിതാബുകൾ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന കിതാബ് തഹാറത്ത്, ശുദ്ധിയുടെ ബാബാണ്. ശുദ്ധിയുടെ ഭാഗമാണ് പഠിപ്പിക്കുന്നത്. ആ ബാബ് ശുദ്ധിയുടെ ഭാഗം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പള്ളികളുടെ കക്കൂസ്, മൂത്രപ്പുര ഇത്ര മോശമായിട്ട് കിടക്കുന്നു? എന്തുകൊണ്ട്? അതിനാരും വലിയ താല്പര്യം കാണിക്കുന്നില്ല. കമ്മിറ്റി പ്രസിഡന്റ് ആവാൻ വലിയ താല്പര്യമോ, സെക്രട്ടറി ആവാൻ വലിയ, വല്ലാഹി സത്യം, ഈ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാരെ നാളെ ആഖിറത്തിൽ പിടിക്കും, യാതൊരു സംശയമില്ല. പള്ളിയുമായി എന്തിനാ ഈ കമ്മിറ്റി? ഈ ജമാഅത്ത് എന്നല്ല, ഞാൻ ഈ ജമാഅത്തിൽ പൊതുവെ പറയുകയാണ് എൻ്റെ വിഷയം. ഈ ജമാഅത്തുകാരെ പേടിച്ച് അറ്റാക്കാവാൻ നിൽക്കണ്ട, പൊതുവെ പറയുകയാണ്. ഞാൻ ഏത് പള്ളിയിൽ ജോലി ചെയ്യുന്നു ആ പള്ളിയുടെ മെമ്പറിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിനീതൻ പരസ്യമായിട്ട് പറയുന്ന വ്യക്തിയാണ്. നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം പള്ളിയുടെ കമ്മിറ്റി, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കർക്കാസേരയിൽ കറങ്ങിയെടുത്തിന് മൊയ്ലിയാർ, നീ 3 വഖത്ത് നിസ്കരിച്ചില്ല എന്ന് മൊയ്ലിയാര, എന്താ എന്റെ ശമ്പളം കട്ട? മൊയ്ലിയാരെ ഭരിക്കാനല്ല കമ്മിറ്റിക്കാര്, മൊയ്ലിയാരെ ഭരിക്കാനല്ല
കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഖിദ്മത്ത് ഏറ്റെടുക്കാനുള്ളവരാണ്. പരിപാലന സമിതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖാദിമീങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളിയിൽ കിടക്കുന്ന പൊടി തൂത്തുവാരേണ്ടത് പള്ളി കമ്മിറ്റി മെമ്പറാണ്, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ്. പൈസ മാത്രം എണ്ണിയാ പോരാ. പള്ളിയിൽ പൊടി ഉണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി, ജുമാക്ക്. അങ്ങനെ പള്ളിയുടെ മുകളിൽ കയറി, സ്ഥലമില്ലാഞ്ഞിട്ട് മുകളിൽ കയറി. എന്റെ സുഹൃത്തെ, ആ പള്ളിയുടെ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആ ജനാല മുഴുവനും എന്താ പറയാ, ചെലന്തി വല. അങ്ങനെ തന്നെ എവിടെയും പറയുന്നത്, ചെലന്തി വല മൊത്തം പിടിച്ചിട്ട് പള്ളിയുടെ മുകളിൽ. അള്ള വിടൂല, എന്റെ പൊന്ന് തങ്ങളെ, അള്ള വിടൂല. പള്ളി കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിൽക്കകത്ത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു പൊടി പള്ളിക്കകത്ത് കിടന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ആ കാലഘട്ടത്തിൽ ഭരിക്കുന്ന അതിന്റെ കമ്മിറ്റിക്കാരാണ്. ഉസ്താദന്മാർക്ക് അതിന്റെ ജോലിയൊന്നുമില്ല. ഉസ്താദന്മാർക്ക് പള്ളി ക്ലീൻ ചെയ്യുന്ന ജോലിയൊന്നുമല്ല. ഉസ്താദന്മാരെ നിങ്ങൾക്ക് മസാല പഠിപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാനും, നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാനും, നിങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിപ്പിക്കാൻ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് മൊയ്ലിയാരെ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവരിപ്പം ബാത്റൂം കഴുകാനും മൂത്രപ്പുര കഴുകാനും പള്ളി ക്ലീൻ ആക്കാനും ഉള്ളവരൊന്നും അല്ല. അവരെ ഞങ്ങൾ ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരാവകാശികളാണ്, അനന്തരഗാമികളാണ്. അവരെ നമ്മൾ തെറി പറയാനോ ചീത്ത വിളിക്കാനോ അവരെ കുറ്റം പറയാനോ അവരുടെ പഴികൾ കണ്ടുപിടിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല നിൽക്കേണ്ടത്. നമ്മൾ പള്ളിയുടെ ഖാദിമ്യങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ കൂലിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പള്ളി ഖിദ്മത്ത് ചെയ്താൽ തരുന്ന കൂലി എന്തെന്നറിയോ? ഹൂറുൻ നിസായെ കെട്ടുന്നതിനുള്ള മഹറാണ് അവർക്ക് നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹൂറുൽ നിസാ, ഹൂറുലിങ്ങളെ കെട്ടാനുള്ള മഹർ. അപ്പൊ ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് എവിടെയെങ്കിലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നൊന്ന് കേൾക്ക്. കുറേ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ കമ്മിറ്റിക്കാർക്ക് പോലെ വിഷമമുണ്ടായിട്ടെങ്കിൽ മാപ്പാക്കിക്കോളി. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ ഒരുപാട് കമ്മിറ്റി മെമ്പർമാരും പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ കാണുമല്ലോ. എല്ലാവർക്കും കൂടെ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ന് പോയിട്ട് ആ പള്ളി ബാത്റൂമൊക്കെ ഒന്ന് നോക്കണം. മഞ്ഞ കളറാണെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ക്ലോസറ്റ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ബാറ്ററി വെള്ളം വാങ്ങി ഒഴിച്ചാൽ മതി, അതിൻ്റെ എല്ലാ എഫക്റ്റും പോയി കിട്ടും. കാരണം അത്രയ്ക്കും പവറുള്ള സാധനം അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബാത്റൂമുകളും ക്ലീൻ ആക്കണം. ഓരോ ബാത്റൂമിന് കൊളുത്തില്ല സാധനം. കൊളുത്തെന്ന് പറയുന്ന സാധനം ഇല്ലേ, പൂട്ട് അടയ്ക്കാൻ പറ്റൂല. കക്കൂസിൽ കയറിയിട്ട് ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് വാതിലിൽ വെക്കണം. യവനങ്ങാനും ഒക്കെ ഇല്ല, മറ്റേ വെളിയിൽ പോയിട്ടെല്ലാം മോരടിച്ചിട്ട് ഫയർ ഫോഴ്സിലൂടെ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞിട്ട് പടപടാന്നും പറഞ്ഞങ്ങാനും വന്നിട്ട് പടോന്ന് പറഞ്ഞങ്ങോട്ട് തുറന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് വെക്കണം. മറ്റേ സാധനം എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞാലല്ല സേമിയെല്ലാം അടിച്ചു കയറ്റിട്ട് ഇടങ്ങാറായി പോയിട്ട് അവന് ഓടി വരുന്ന അവിടെ പള്ളി കക്കൂസിലേക്കാണ്. വരുമ്പോൾ എന്താ, ഇയാളിങ്ങനെ 2 ലിറ്റർ വെള്ളം എടുത്ത് വാതിൽ ഇങ്ങനെ ബക്കറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇയാളിങ്ങനെ ഇറക്കുമതി നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മണ്ട ഇയാളടക്കം അതിനകത്ത് വീഴും ഇവൻ്റെ ഈ ഓട്ടത്തിൽ. അതിനൊരു കൊളുത്തിടൂല. ചിലരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസിന്റെ ഡോറിൽ ഒരു കയറ് കെട്ടി ഇങ്ങനെ ഇടും. നമ്മളെന്ത് ചെയ്തണോ, ഇങ്ങനെ പിടിച്ചോണ്ട് കാര്യം സഹായിച്ചോണ്ടിരിക്കണം. നല്ല സുഖമല്ലേ, ഇങ്ങനെ പിടിച്ചോണ്ട് റാഹത്തായില്ല. അപ്പൊ ആര് വന്നാലും ഇവന്റെ പിടുത്തം വലിയില്ല. അപ്പൊ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കുക, അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക. അപ്പൊ കുറച്ചുകൂടെ ലൂസ് മോഷൻ ഉണ്ടാകും ഒരു എക്സർസൈസ്. അതൊക്കെ നമ്മൾ ചിരിക്കാൻ പറയല്ല. പള്ളി കമ്മിറ്റിക്കാരുണ്ടോ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം. അതുകൊണ്ട് നാളെ പോലെ അതൊക്കെ ശ്രദ്ധിക്കണം. മിമ്പർ മെഹ്റാബിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് അടിച്ച് പൊളിച്ച് ക്ലിയർ ആയിട്ട് റാഹത്താക്കിയൊക്കെ സൂക്ഷിച്ചു. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പള്ളിയുമായി ബന്ധപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അധികാരം എന്ന് പറഞ്ഞ, പള്ളിയിൽ നമ്മൾ അധികാരം എന്ന് പറഞ്ഞ ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ശുഹദാക്കളോടൊപ്പമാണ്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളോടൊപ്പമാണ് പള്ളിയുടെ ഖിദ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ഭാരവാഹികൾ. അതിന്റെ ഉത്തരവാദിത്തം വഹിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മൂത്രം ഒഴിച്ചിട്ട് എന്ത് ചെയ്യില്ല, മറയ്ക്കാതെ മൂത്രം ഒഴിക്കുന്ന സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ ഖബറിനകത്ത് അവർക്ക് ശിക്ഷയുണ്ടാകും. ആരെ വിട്ടില്ല ഖബറിനകത്ത്? ഒരു സഹാബിയെ വിട്ടിട്ടില്ല ഖബർ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സഹവസിച്ച സഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ വെറുതെ വിട്ടില്ല. സഹാബത്തുകളോട് പറയുകയാണ്, ഇന്നി ലാജിദു ഫീ കിതാബില്ലാഹി സൂറ വഹിയ 30 ആയാ. ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് ഇനി ധാരാളം പറയാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണം, സമയങ്ങൾ വേണം സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്കുള്ള ഒരു ആശ്വാസം, ഒരു സമാധാനം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയുക. തൽക്കാലം
തൽക്കാലം അതൊന്ന് മനസ്സിലായിക്കോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിന്റെ അദാബുകളെ തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്ന ഫസാദ് പോലെ ഖബറിനകത്ത് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അതാണല്ലോ ബഖീഉൽ ഖർഖദിലൂടെ നടന്നു പോയപ്പോൾ ഖബറിനകത്ത് ശിക്ഷ അനുഭവിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നേരിൽ കണ്ടിട്ട് പറഞ്ഞത് ആ ഖബറിനകത്ത് അവരെ ശിക്ഷ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി കണ്ട ശിക്ഷ എന്താണ്? മൂത്രമൊഴിച്ചാൽ ശ്രദ്ധിക്കാത്തവരാണ്. മൂത്രത്തിന്റെ അംശങ്ങൾ പരിപൂർണമായി ഒഴിഞ്ഞിട്ടല്ലാതെ കണ്ട് ഒളിവിലേക്ക് കടക്കല്ലേ. സഹോദരിമാരെ, നിങ്ങൾക്ക് മൂത്രവാർച്ചകൾ ഉണ്ടാകാറുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കാറില്ല. അവസാനമായി മൂത്രം തുള്ളിയായിട്ട് വരുന്നത് ആരും അതറിയുന്നില്ല. അതുകൊണ്ട് തുണി കഷണങ്ങളോ അതുപോലെ ഏതെങ്കിലും ഇതേപോലെ ടിഷ്യൂ പേപ്പറുകളോ വെച്ച് അല്പസമയം 3-4 മിനിറ്റ് ഒന്ന് നടന്നിട്ട് പരിപൂർണമായി തുടച്ചു മാറ്റി ശുദ്ധിയാക്കി കഴുകിയിട്ടല്ലാതെ ഒളിവിലേക്ക് പ്രവേശിക്കല്ലേ. അതൊന്ന് ശ്രദ്ധിച്ചോളി എല്ലാവരും. അല്ലെങ്കിൽ നമ്മൾ ആകെ ഇടങ്ങറായിപ്പോ. നാളെ കവറിനകത്ത് കിടന്നിട്ട് ഞെരുക്കത്തിൽ പെട്ടുപോയ എൻ്റെ ഉമ്മ ഒന്നും ഈ ടിഷ്യൂ പേപ്പറൊക്കെ കണ്ടുപിടിച്ച അതിനാണ്. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം മൂത്രം ഒഴിച്ചിട്ട് അല്പസമയം ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരികെ കളഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് പിന്നെ കഴുകിയെടുത്ത് വൃത്തിയാക്കുക. നമുക്കൊരു നഷ്ടവും ഇല്ല. 2 സെക്കൻഡ് ഒന്ന് പരിശ്രമിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ശിക്ഷ അതാണ്. ഖബറിനകത്ത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ശിക്ഷിച്ചു. ഭയങ്കര ശിക്ഷയായിരുന്നു. എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉച്ചത്തിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ട് സഹാബാക്കളും ഒന്നടങ്കം തസ്ബീഹ് ചൊല്ലുകയാണ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നിർത്തുന്നില്ല. രണ്ടാമത് വീണ്ടും പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂൽ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയാണ്. കബ്ബറൽ അസ്ഹാബു മാഹു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേട്ടിട്ട് സഹാബാക്കൾ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട സഹാബാക്കൾ മയ്യത്തടക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഒരിക്കലും കാണാത്ത ചില അനുഭവങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തടക്കിയപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ നബിയേ.